നമ്മൾ ദിദൂരെത്തിയിട്ടുണ്ട്. എല്ലാവരും ഇറങ്ങാൻ പോവാണ്. ഇനി ഇവിടുന്ന് അടുത്ത ബോട്ട് കുളുത്തുപുഴയ്ക്ക് നമുക്ക് 8:20 30 നമ്മുടെ പ്രൈവറ്റ് ക്യാബ്. ഇന്നോവ. ഇതാണ് നമ്മുടെ ദിദു. നമ്മുടെ മൊറൈദോ ഐലൻഡിനേക്കാളും ഇച്ചിരി കൂടെ വലിയ ഐലൻഡാണ് കേട്ടോ. അത് ഇച്ചിരി കൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഐലൻഡാണ്. നമുക്ക് അടുത്ത ബോട്ട് ഇവിടെ നിന്നാണ് വരുന്നത്. അതിൻ്റെ ഇവിടെ എത്തിപ്പെടുന്നത് നമ്മുടെ ഒരു 3 ടീച്ചേഴ്സിനെ കിട്ടി, മലയാളികൾ. ഇതാണ് നമ്മൾ വന്ന വണ്ടി. ഇപ്പം അടുത്ത ഹാർട്ടിൽ കയറി നമുക്ക് KSRTC പോലെ ഇങ്ങനെ കുറേ കണക്കുവാണ്. വെള്ളം തള്ളി ഡെവലപ്പിംഗ് ആണ്. നമ്മുടെ ഐലൻഡ് എന്ന് പറയുന്നത് അങ്ങ് അപ്പുറം കാണുന്നത്, അതാണ് അങ്ങ് നമ്മുടെ ഐലൻഡ് വരുന്നത്. സീറ്റ് ഉണ്ടാവും. ബുക്ക് ചെയ്താണ്. കാണുന്നവരെ കുളുത്തുപുഴയ്ക്കാണോ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വലിച്ച് കൊണ്ടുപോകും. ഫുള്ള് കൂളിങ് ഒട്ടിച്ച് അവിടെ നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടി. ഇതാണ് ബോട്ടിൻ്റെ ഉൾഭാഗം. നമ്മൾ നേരത്തെ എടുത്തായിരുന്നു, പക്ഷെ നേരത്തെ ഭയങ്കര തിരക്കായിരുന്നുകൊണ്ട് ഇപ്പം ആൾക്കാർ കയറി വരുന്നേ ഉള്ളൂ. സീറ്റിംഗ് ഒക്കെ ഇങ്ങനെയാണ്. നമ്മുടെ കയ്യിൽ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഡിക്കിയിലെടുത്ത് വെച്ചില്ല. പിന്നെ ഇത് ഫുൾ ബോട്ടിൻ്റെ ഫുൾ സേഫ്റ്റി മെഷേഴ്സാണ്. അതേപോലെ നമുക്ക് സീ സിക്നെസ് ഉള്ളവർക്ക് വേണ്ടിയുള്ള സാധനമാണ്. മനസ്സിലായാലും വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടെങ്കിൽ വൊമിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി. ഇതെവിടെ ഡിസ്പോസ് ചെയ്യുന്നതിനുള്ളത് എനിക്കറിയത്തില്ല. AC ചില്ലടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്ത് പുറത്തേക്ക് കളയാനും പറ്റത്തില്ല. പ്ലീസ് ക്ലോസ് ദി ബാഗ് ആഫ്റ്റർ യൂസ്. സേഫായിട്ട് അവിടെ തന്നെ ഇരിക്കുക. ഇതിൻ്റെ ആവശ്യം വരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. ഈ ദിദു പറയുന്നത് നമ്മുടെ മൊറൈദോ ഐലൻഡിനേക്കാളും ഇച്ചിരി കൂടെ വലിയ ഐലൻഡാണ്. ഇച്ചിരി കൂടെ വലിയ ഐലൻഡ് എന്ന് പറഞ്ഞാൽ വലുപ്പത്തിൽ ഏകദേശം സെയിം ആണ്, ബട്ട് ഇച്ചിരി കൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഐലൻഡ്. ബോട്ട് സർവീസ് ഒക്കെ നല്ല രീതിയിലാണ്. ഇപ്പം ദിദുവിന് കുറേ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അതേപോലെ ഇച്ചിരി കൂടെ ഡെവലപ്ഡ് ആണ്. കടകളും ഷോപ്സും ഹോസ്പിറ്റലെല്ലാം ഇവിടെയാണ്. നമ്മുടെ ഐലൻഡിലൊക്കെ എന്തെങ്കിലും എമർജൻസിയായിട്ട് ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടേക്കാണ് പറ്റുന്നത്. ആംബുലൻസ് 2-3 ആംബുലൻസ് ഇവിടെ ഇരിക്കുന്നതാണ്. ഇപ്പോൾ ടാക്സി ഉണ്ട്. നമ്മുടെ ഐലൻഡിൻ്റെ ആകെ ഒരു കാർ ഈ ഇടയ്ക്ക് സെക്കൻഡ് ഹാൻഡ് കാർ ST പോലത്തെ ഒരു കാർ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേറൊരു കാറിന് അവിടെ ഇല്ല. ഇഷ്ടംപോലെ ടാക്സി ഉണ്ട്. അത് ഇന്നോ വരെ ഇരിക്കണം. ഓക്കെ, ഞാൻ അടുത്ത വീഡിയോ ഇങ്ങനെ അടുപ്പിച്ചിട്ടേക്കാം. എല്ലാം നോക്കുക, കാണുക. എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ സജസ്റ്റ് കമൻറ്റ് ബോക്സിൽ തന്നെ ഇട്ടേക്കാം. ഓക്കെ. യോ മൈക്കിൾ എന്ന് പറഞ്ഞൊരു യോ മൈക്കിൾ എൻ്റെ ഒരു കൂട്ടുകാരനെ ഇങ്ങോട്ടൊന്ന് കണ്ടോ ആവും. ക്യാമറ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ എടുക്കുവാണ്. യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ബേഴ്സ്. ഒരു TV ഉണ്ട്. ഫുൾ AC ആണ്. അടച്ച് പൂട്ടിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നീണ്ട 55 മിനിറ്റിന്റെ യാത്ര. ഓക്കെ, ഇനി അടുത്ത വീഡിയോ ഞാൻ കുളുത്തുപുഴയിലെത്തിയിട്ട് അവിടുത്തെ കുറിച്ച് പറയാം. പിന്നെ അവിടുത്തെ ബോട്ടിൽ കയറിയിട്ട് പറയാം. കാരണം ഇതിനകത്ത് വോയിസ് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ.
ഇതാ ഇതാണ് നമ്മുടെ നിതു. ഈ നിതു എന്ന് നമ്മൾ നമ്മുടെ അയലത്തിലുള്ള കുറയുന്നു. ഇതാണ് നമ്മുടെ സ്കൂൾ ഡയറി. ഞാൻ വർക്ക് ചെയ്ത ഇവിടെ നമ്മൾ കുർത്ത് ഫിഷിക്കാണ് 3 മണിക്കുള്ള അയലത്തുകളാണ് കാണിച്ചത്. ഇതാണ് നമ്മുടെ കുർത്ത് ഫിഷ്.